39-ാമത്തെ അധ്യായം സൂറത്ത് സുമറിലെ 62-ാമത്തെ വചനം. എല്ലാത്തിനെയും സൃഷ്ടിച്ചത് പടച്ചവനാണ്. എല്ലാത്തിന്റെയും മേളിൽ കൈകാര്യകർത്തൃത്വവും അവനാണുള്ളത്. എല്ലാം സൃഷ്ടിച്ചത് പടച്ചവൻ. എല്ലാം. അവിടെയാണ് എല്ലാം സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ തിന്മയും നന്മയുമായിട്ടുള്ളതെല്ലാം പടച്ചവൻ സൃഷ്ടിക്കുമോ എന്ന പ്രശ്നം വരുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നന്മയുടെ സൃഷ്ടാവ് പടച്ചവനും തിന്മയുടെ സൃഷ്ടാവ് പിശാചും എന്നുള്ള സങ്കല്പം ഇസ്ലാമിലില്ല. നന്മക്ക് വേണ്ടി നന്മ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു ദൈവവും തിന്മ സൃഷ്ടിക്കാൻ മറ്റൊരു ദൈവവും എന്ന സങ്കല്പവും ഇസ്ലാമിലില്ല. മറിച്ച് ഒരേ ഒരു സൃഷ്ടാവ് മാത്രമേയുള്ളൂ, എല്ലാം സൃഷ്ടിക്കുന്നവൻ. എന്നാൽ അല്ലാഹു തിന്മ സൃഷ്ടിക്കുന്നുണ്ടോ? ഖുർആൻ പറയുക ഇല്ല എന്ന്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖൽഖഹു. സൂറത്ത് സജദയിൽ 52-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ വചനം നമ്മൾ വെള്ളിയാഴ്ചകളിൽ ഫജ്ർ നമസ്കാരത്തിന് ആവർത്തിച്ച് കേൾക്കാറുള്ളത്. പടച്ചവൻ അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖൽഖഹു. പടച്ചവൻ അവൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്, ആ നന്മയുള്ളതാക്കി ഉത്തമമാണ്. അപ്പൊ പടച്ചവന്റെ സൃഷ്ടിയിൽ തിന്മയുണ്ടോ? ഇല്ല. പടച്ചവൻ തിന്മ സൃഷ്ടിക്കുന്നുണ്ടോ? ഇല്ല. പടച്ചവന്റെ സൃഷ്ടി എല്ലാം നന്മയാണ്. പടച്ചവനിൽ നിന്ന് നന്മയെ ഉണ്ടാകുന്നുള്ളൂ. എന്നാൽ പടച്ചവൻ സൃഷ്ടിച്ച നന്മ നമ്മിലെത്തിച്ചേരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിനോ നമുക്ക് വ്യക്തിക്കോ തിന്മയായി തീരുന്ന അവസ്ഥയുണ്ടാകാം. ഇതാണ് ഖദറിന്റെ നന്മയും തിന്മയും. പടച്ചവൻ സൃഷ്ടിച്ച നന്മ നമ്മിലെത്തിച്ചേരുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് നന്മയായി തീരുന്ന അവസ്ഥയുണ്ടാകാം, ചിലപ്പോൾ തിന്മയായി തീരുന്ന അവസ്ഥയുണ്ടാകാം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ 113-ാമത്തെ അധ്യായം സൂറത്തുൽ ഫലഖ് നമുക്കറിയാം 2-ാമത്തെ വചനം വമിൻ ശർരി മാ ഖലഖ് എന്ന് പറഞ്ഞു. അള്ളാഹു സൃഷ്ടിച്ചതിൽ നിന്നുള്ള തിന്മയിൽ നിന്ന് അള്ളാഹുവിൽ നമ്മൾ സൂക്ഷിക്കണം തുടങ്ങും. അള്ളാഹു സൃഷ്ടിച്ചത് തിന്മയല്ല, തീ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, നന്മയാണ്. ചിലപ്പോൾ വീടിന് തീ പിടിക്കുമ്പോ അത് നമുക്ക് തിന്മയായി തീരാം. പല കാര്യങ്ങളും അങ്ങനെയുണ്ടാകാം. ഇവിടെ നമ്മൾ അറിയേണ്ട അടിസ്ഥാനപരമായ കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ നിന്ന് നന്മ മാത്രമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. രണ്ടാമതായി അള്ളാഹുവിൽ നിന്നുള്ള നന്മ നമ്മിലെത്തുമ്പോൾ ചിലപ്പോൾ നന്മയോ തിന്മയോ ആയി തീരാമെന്നതാണ്. മൂന്നാമതായി നമ്മിലെത്തിച്ചേരുമ്പോൾ തിന്മയായി പ്രകടിപ്പിക്കപ്പെടുന്ന കാര്യം, തിന്മയായി പ്രത്യക്ഷീഭവിക്കുന്ന കാര്യം പലപ്പോഴും നമ്മുടെ കൈകളിൽ നിന്നുണ്ടാകുന്നതാണ്, നമ്മുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നതാണ് എന്നുള്ളതാണ്. വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു കാര്യം അല്ലാഹു നന്മയ്ക്ക് വേണ്ടി നിശ്ചയിച്ച കാര്യമാണ്. അത് നമ്മുടെ ഇടപെടൽ കൊണ്ട് ചിലപ്പോൾ അത് നമുക്ക് തിന്മയായി തീരാം. പരിശുദ്ധ ഖുർആനിലെ അതിശ്രദ്ധേയമായ 2 വചനങ്ങളുണ്ട്. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസാഇലെ 78-79 വചനങ്ങൾ. ശരിക്ക് ഈ വിഷയത്തെ മുഴുവനും തന്നെ വളരെ ചുരുക്കി ആ വചനങ്ങൾ വിശദീകരിക്കുന്നു എന്നുള്ളതാണ് സത്യം. വചനങ്ങളുടെ പശ്ചാത്തലം മദീനയിലേക്ക് വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അതോടനുബന്ധിച്ച് മദീന നിവാസികൾക്കുണ്ടായ ഒരുപാട് പ്രയാസങ്ങൾ. അപ്പോ ആ പ്രയാസങ്ങൾ ഉണ്ടായ സമയത്ത് അവിടെയുണ്ടായിരുന്ന മുനാഫിക്കുകളും ഇസ്ലാമിന്റെ ശത്രുക്കളും എല്ലാം പറഞ്ഞുണ്ടാക്കിയ കാര്യം പ്രയാസങ്ങളെല്ലാം മുഹമ്മദ് ഉള്ളതുകൊണ്ടാണ്. എന്നാൽ
എന്തായാലും നന്മല്ല ഉണ്ടാകുമ്പോൾ അതെല്ലാം അള്ളാന്റെ അടുത്ത് നിന്നുള്ളതാണ് എന്നും പറഞ്ഞുണ്ടാക്കിയ കാര്യം അതിനുള്ള വിമർശനമായി പറഞ്ഞു തുടങ്ങുകയാണ് ഖുർആൻ. 78-ാമത്തെ വചനത്തെ ഖുർആൻ ഇത് രണ്ടും ഉദ്ധരിച്ചുകൊണ്ട്, ദീർഘമായ വചനം ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയാണ്, കുൽ, അവരോട് പറഞ്ഞു, കുല്ലും മിൻ ഇൻദില്ലാ, എല്ലാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്. നന്മയായി ഉണ്ടാകുന്നതും അല്ലാഹുവിൽ നിന്നാണ്, തിന്മയായി ഉണ്ടാകുന്നതും അല്ലാഹുവിൽ. ഇത് പറഞ്ഞതിന് ശേഷം നേരെ 79-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രത്യേകം പറയാണ്, വമാ അസാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ് വമാ അസാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നഫ്സിക. നിനക്ക് എന്തെങ്കിലും നന്മയുണ്ടാകുന്നുണ്ടെങ്കിൽ, ഗുണമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. എന്നാൽ നിനക്ക് എന്തെങ്കിലും തിന്മയുണ്ടാകുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ആയിട്ടുള്ള തിന്മയുണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിന്നിൽ നിന്ന് തന്നെയുണ്ട്. ഇത് എന്താ നമ്മൾ കൃത്യമായി അറിയേണ്ട കാര്യമാണ്. ആത്യന്തികമായി നന്മയും തിന്മയും അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിൽ നിന്ന് ഉണ്ടാകുന്നത് മുഴുവനും നന്മയാണ് എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. അതേസമയം നമ്മുടെ പ്രവർത്തനം വഴി അത് നമുക്ക് തിന്മയായി ഭവിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ലൈംഗികത. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വേണ്ടി പ്രത്യേകമായി ആ ലൈംഗികതയുമായി ബന്ധപ്പെട്ട് സൃഷ്ടിച്ചു വെച്ച ആ സ്നേഹകാരുണ്യങ്ങളെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഖുർആൻ 30-ാമത്തെ അധ്യായം സൂറത്ത് റൂമിൽ 21-ാമത്തെ വചനത്തിൽ. മറ്റ് ജന്തുജീവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രത്യുൽപാദനത്തിൽ അധിഷ്ഠിതമായ ലൈംഗികത എന്നതിനപ്പുറത്ത് വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ എന്നാണ് പറയുന്നത്. ആ മവദ്ദത്ത്, റഹ്മത്ത്, ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ലൈംഗികത, മനുഷ്യന്റെ ലൈംഗിക ബന്ധം എന്നത് അത് കുടുംബത്തിന്റെ ഭദ്രതക്ക്, സമൂഹത്തിന്റെ ഭദ്രതക്ക്, നല്ല നിലക്കുള്ള സാമൂഹ്യ ചുറ്റുപാടുകൾക്ക്, സ്നേഹത്തിന്, കാരുണ്യത്തിന്, സംസ്കാരത്തിന് എല്ലാം ആവശ്യമാണ് എന്ന വളരെ വളരെ വിപുലമായ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ട കാര്യം. ഇങ്ങനെയുള്ള ലൈംഗികത അല്ലാഹു ചെയ്ത പടച്ചവനുള്ള നന്മ. അത് കുടുംബത്തിലൂടെ മാത്രമാകണമെന്ന്, കുടുംബത്തിനകത്ത് അല്ലാഹു അനുവദിച്ച ദമ്പതികൾക്കിടയിൽ മാത്രമാകണമെന്ന് മനുഷ്യകുലത്തിൽ നിലനിൽക്കേണ്ട നിയമമാണ്. ആ നിയമം കാറ്റിൽ പറത്തപ്പെട്ടുകൂടാ എന്നത് സ്വീകരിക്കപ്പെടേണ്ട നിയമമാണ്, പ്രകൃതിപരം തന്നെയായ നിയമം. ആ ലൈംഗികത മര്യാദക്ക് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹുവിൽ നിന്നുള്ള ലൈംഗികത മര്യാദക്ക് ഉപയോഗിക്കുന്ന ഇണകളിൽ മാത്രം ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ സംതൃപ്തിയുണ്ട്, സ്നേഹമുണ്ട്, കാരുണ്യമുണ്ട്, തൃപ്തമായ കുടുംബജീവിതമുണ്ട്, സാമൂഹ്യ ജീവിതമുണ്ട്, പരസ്പരമുള്ള ബന്ധമുണ്ട്, അതേ രൂപത്തിലുള്ള എല്ലാ സംതൃപ്തിയുമുണ്ട് എന്നുള്ളത്. അതേസമയം ഇത് തെറ്റായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്കോ രോഗമുണ്ട്, പ്രശ്നമുണ്ട്, മാനസികമായ ഛിദ്രതയുണ്ട്, പ്രയാസങ്ങളുണ്ട്, അതുമൂലമുള്ള അന്തഛിദ്രങ്ങളുണ്ട് എന്നതെല്ലാം മറുപടി. ഒരേ ലൈംഗികതയാണ് ഇവിടെ പ്രതിയായിത്തീരുന്നത്, ഒരേ ലൈംഗികതയാണ് പ്രതിയായിത്തീരുന്നത്. പക്ഷേ മനുഷ്യന്റെ പ്രവർത്തനമാണ് രണ്ടും ആക്കി തീർക്കുന്നത്. ഒന്നാമത്തേത് അള്ളാഹു നൽകിയത് അതേപോലെ ആ വിശുദ്ധിയിൽ തന്നെ നമ്മൾ അള്ളാഹുവിന്റെ നിയമപ്രകാരം, നിർദ്ദേശപ്രകാരം ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന ഹസനത്ത്, അത് അള്ളാഹുവിന്റെ നിന്നുള്ള ഹസനത്ത് അതേപോലെ നമുക്ക് ലഭിക്കുന്നു. മറ്റേത് അള്ളാഹുവിന്റെ നിയമത്തിന് വിരുദ്ധമായി അതേ കാര്യം ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ അത് തിന്മയായി ഭവിക്കുന്നു. യഥാർത്ഥത്തിൽ അത് തിന്മയായി ഭവിക്കുന്നത് മനുഷ്യന്റെ പ്രവർത്തനം കൊണ്ടാണ്. അത് നന്മക്ക് വേണ്ടി പടച്ചവൻ തമ്പുരാൻ സൃഷ്ടിച്ചതാണ്. എന്നാൽ അത് തിന്മയായി ഭവിക്കണമെന്ന്, ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ അത് തിന്മയായി തീരണമെന്നത് പടച്ചവന്റെ വിധിയുടെ ഭാഗമാണ് താനും. എന്തുകൊണ്ടെന്നാൽ അല്ലെങ്കിൽ കുടുംബവും സ്നേഹവും മനുഷ്യരിലെ പുരോഗതിയും ഒന്നും നിലനിൽക്കുകയില്ല.
അപ്പൊ ആത്യന്തികമായി നന്മയായ ഒരു കാര്യം മനുഷ്യരുടെ പ്രവർത്തനം കൊണ്ട് അത് അവനെ തിന്മയായി തീരുന്നു. മറ്റു ചില കാര്യങ്ങളാണ് നമുക്കതിന്റെ തിന്മയായി നമുക്ക് അനുഭവപ്പെടും, പക്ഷെ ആത്യന്തികമായി അത് നന്മയായി തീരാം. നമുക്കറിയില്ല, ചിലപ്പോൾ നമുക്കറിയില്ല, ചിലപ്പോൾ കൂടുതൽ അന്വേഷിച്ചാൽ അറിയാൻ കഴിയും. നന്നായി പനിച്ചു പറക്കുമ്പോൾ ആ പനി വലിയൊരു തിന്മ, പ്രയാസം. പക്ഷേ ആ പനി പരിശോധിക്കപ്പെടുമ്പോൾ ആ പനി ശരീരത്തിനകത്തുള്ള ഒരു ട്യൂമറിന്റെ ലക്ഷണമാണെന്നും അതിപ്പോൾ തന്നെ ചികിത്സിക്കണമെന്ന് ശരീരം നൽകുന്ന സിഗ്നലാണ് പനി എന്നും മനസ്സിലാകുമ്പോൾ പനി നന്മയായി തീരുകയും അവിടെ പനിയെ മാത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ പനി തിന്മ, എന്നാൽ അകത്തേക്ക് ചെല്ലുമ്പോൾ പനി നന്മയായി തീരുക. ഇത് നമ്മുടേതായ വീക്ഷണങ്ങളിൽ തിന്മയായി തോന്നുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വിശാലമായ അർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ നന്മയായി തീരാം. അത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാകും, ചിലപ്പോൾ മനസ്സിലാകാതെയും ഇരിക്കും. ഉദാഹരണത്തിന് വലിയൊരു ചിത്രം, ആ ചിത്രം വളരെ നന്നായി വരച്ചിട്ടുള്ള ഒരു ചിത്രം, ആ ചിത്രത്തിലെ എല്ലാവരും കൊണ്ടപ്പോൾ വളരെ ആകർഷകമായ ചിത്രം, പൂർണ്ണമായ ചിത്രം. പക്ഷെ ഒരാൾക്ക് ആ ചിത്രത്തിന്റെ ഒരു സൈഡ് മാത്രം നോക്കുമ്പോൾ ആ ചിത്രത്തിൽ വരച്ചു വെച്ചിട്ടുള്ള കല്ല്, ആ കല്ല് ശരിയായിട്ടില്ല, അതിന് ഒരു ചെരിവുണ്ട് അവിടെ. അത് മാത്രം നോക്കുമ്പോൾ എന്താ കാര്യം? ആ ചെരിവ് അത് മാത്രം നോക്കുമ്പോഴാണ്. മൊത്തം ചിത്രം നോക്കുമ്പോ ആ ചിത്രത്തിന്റെ ഭംഗിക്ക് ആവശ്യമാണ് ആ ചെരിവ്. ഇതേപോലെ പ്രപഞ്ചം മൊത്തത്തിൽ നോക്കുമ്പോ, അല്ലെങ്കിൽ പടച്ച തമ്പുരാന്റെ കൃത്യമായ വിധിയുടെ അല്ലെങ്കിൽ പടച്ചവന്റെ സൃഷ്ടിയുടെ മൊത്തത്തിലുള്ളൊരു ചിത്രം നോക്കുമ്പോൾ ചില നന്മയായ കാര്യം നമുക്ക് തിന്മയായി തോന്നുന്ന അവസ്ഥയുണ്ടാകാം. ഇവിടെ നമ്മൾ നാലാമത്തെ കാര്യത്തിൽ പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൽ നിന്നുണ്ടാകുന്നത് നന്മ മാത്രമാണെന്നും ആ നന്മ നമ്മിൽ തിന്മയായി തീരാമെന്നും അങ്ങനെ തിന്മയായി തീരുന്നത് ചിലപ്പോഴെല്ലാം നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടാണ് എന്നും നമുക്ക് ചെയ്യാനുള്ളത് ആ തിന്മകൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ആ രൂപത്തിലുള്ള തിന്മകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അതിന് കാരണമായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അവിടെ തിരുത്തലുകൾ വരുത്തേണ്ടിടത്ത് വരുത്തുകയും അവിടെ വരുത്താൻ സാധ്യമല്ലാത്ത കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമുക്കറിയാത്ത കാര്യങ്ങളാണ് അത് എങ്കിൽ ആത്യന്തികമായി നമുക്ക് വന്നു ഭവിച്ച തിന്മ യഥാർത്ഥത്തിൽ നന്മ തന്നെയായിരിക്കും. അള്ളാഹുവിന്റെ കിതാബിൽ അത് നന്മയായിരിക്കുമെന്നും അത് ഇഹലോകത്ത് തന്നെ ചിലപ്പോൾ നമുക്ക് നന്മയായി ഭവിക്കുമെന്നും ഇല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ വലിയ നന്മക്ക് കാരണമായി തീരുമെന്നും തിരിച്ചറിയലാണ്. ഇതാണ് വിധിവിശ്വാസത്തിന്റെ ഏറ്റവും സുന്ദരമായ വശവും. വിധിവിശ്വാസം മനുഷ്യനെ വിനയാന്വിതമാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എന്റെ അഹങ്കാരമല്ല, അള്ളാഹുവിന്റെ അറിവും അള്ളാഹുവിന്റെ തീരുമാനവുമാണ് വലുത് എന്നുള്ള ബോധം. അതോടൊപ്പം തന്നെ കർമ്മനിരതമാക്കുന്ന മനുഷ്യനെ. എന്തുകൊണ്ടെന്നാൽ എന്റെ കർമ്മങ്ങൾ കൊണ്ട് എനിക്ക് അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു, ആ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് നന്മയും തിന്മയും നിശ്ചയിക്കപ്പെടുന്നത് എന്നുള്ള ബോധം. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതൊരിക്കലും അവനെ നിരാശനാക്കുന്നില്ല, മറിച്ച് അവൻ മനസ്സിലാക്കുന്നു ആ പ്രശ്നത്തിന് കാരണമായി ഭവിച്ച ഏതെങ്കിലും കാര്യങ്ങൾ തന്നിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത്